Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT class 10 arithmetic sequences. കഴിഞ്ഞ വീഡിയോയിലൊക്കെ arithmetic sequence തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. So difference between sum of first 10 terms and sum of next 10 terms. അതൊരു പ്രോബ്ലം വെച്ച് കാണിച്ചു തരാം. Question ഇതാണ്. What is the difference? What is the difference between sum of first 20 terms and the next 20 terms of the arithmetic sequence 6, 10, 14, etc. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആൻഡ് നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കാണും, S20. സോ സം ഓഫ് 20 ടേംസ് എന്ന് പറയുമ്പോൾ Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 20 ടേംസ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം യൂസ് ചെയ്തിട്ടും ചെയ്യാം. T1 പ്ലസ് T20. ഇവിടെ ഫസ്റ്റ് ടേം 1ഉം T1ഉം ലാസ്റ്റ് ടേം 20th ടേം T20 ആണ്. അപ്പൊ T1 നമുക്ക് ഇവിടെ അറിയാം 6 ആണെന്ന്. ഇനി T20 എന്താ? വാട്ട് ഇസ് T20? 20th ടേം എങ്ങനെയാ കാണുന്നത്? F പ്ലസ് 19D. That is equal to F is 6 plus 19 into common difference എത്രയാ ഇവിടെ? Common difference 10 minus 6, that is 4. So that is 6 plus 76, that is equal to 82. So we got what is the 20th term and what is the first term. So S20 is equal to n/2, 20/2 into first term plus last term, 20th term 82 ആണ്. So 20/2 is 10, 10 into 82 plus 6 is 88, which is equal to 880. 880 ആണ് സം ഓഫ് 20 ടേംസ്. ഇനി സം ഓഫ് നെക്സ്റ്റ് 20 ടേംസിന്റെയും കൂടെ കാണാം. അതിന്റെ ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ്. ഇപ്പൊ നെക്സ്റ്റ് 20 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ 20 ടേംസ് വരെയുള്ള നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 20 ടേംസ് മീൻസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 21st ടേം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ n/2 ഇൻറ്റു n എന്ന് വെച്ചാൽ 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം അവിടെ എടുക്കേണ്ടത് 21st ടേം ആണ്, പ്ലസ് ലാസ്റ്റ് ടേം 40th ടേം. നെക്സ്റ്റ് 20 ടേംസിന്റെ സം ആണ് കാണുന്നത്. സോ വാട്ട് ഇസ് T21? T21 ഇസ്, ഇവിടെ നമുക്ക് 20th ടേം ഓൾറെഡി കിട്ടി, 82 ആണെന്ന്. സോ 4 ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 82 പ്ലസ് 4, ദാറ്റ് ഇസ് 86 വിൽ ബി ദ T21, 21st ടേം. അതേപോലെ T40 എന്തായിരിക്കും? 40th ടേം എന്ന് പറഞ്ഞാൽ F പ്ലസ് 39D. ഫസ്റ്റ് ടേം ഇസ് 6 പ്ലസ് 39 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇസ് 4. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 പ്ലസ് 156, that is equal to 162. So T40യും കിട്ടി, T21ഉം കിട്ടി. അപ്പൊ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20/2 എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് 10, T21 എന്ന് വെച്ചാൽ 86, then T40 is 162. That is equal to 10 into ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2480 ആണ് സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ്. ഇപ്പൊ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കിട്ടി, സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഡിഫറൻസ് കാണണം. ഡിഫറൻസ് ബിറ്റ്വീൻ first last 20 terms and first 20 terms is equal to 2480 minus 880, that's equal to 1600. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു അല്ലെ? ആദ്യം നമ്മൾ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കണ്ടു, പിന്നെ സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് കണ്ടു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് വേറൊരു മെത്തേഡിലും കൂടെ നമുക്ക് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ്.
അപ്പൊ നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 10 ടേംസ് is equal to n square d എന്ന് പറഞ്ഞൊരു ഫോർമുലയും കൂടെ പഠിച്ചാൽ മതി. ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 10 ടേംസ്. ഒരേ സീക്വൻസിൽ വരുന്ന 20 ടേംസോ അല്ലെങ്കിൽ 40 ടേംസ് ആണ്, രണ്ടിലും നമ്മൾ അങ്ങനെ തന്നെ 40 ടേംസിന്റെ സമ്മ് കണ്ടിട്ട് അതിന്റെ ഡിഫറൻസ് കാണാനുള്ള ഫോർമുലയാണ് n സ്ക്വയർ ഡി. സോ ഇൻ ദിസ് കേസ് ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 20 ടേംസ് ആണ്. So their difference will be n square d. So here it is 20. Number of terms 20. ഓരോ പ്രാവശ്യം sum of first 20 terms ആ കാണുന്നത്. So 20 square into common difference is 4. That is equal to 4 4 16,600. രണ്ടും ഒരേ ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 10 ടേംസ് ഈക്വൽ ടു n സ്ക്വയർ ഡി. സോ their difference is n square d. That means number of terms square into common difference gives the difference. ഇനി അതേപോലെ ഇത് നമ്മൾ ചെയ്തത് ഒരേ സീക്വൻസ് ആയപ്പോ സെയിം സീക്വൻസ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് 10 ടേംസ് നെക്സ്റ്റ് 10 ടേംസിന്റെ സം എടുത്തിട്ടുള്ള ഡിഫറൻസ് ആണ്. ഇനി രണ്ട് ഡിഫറെന്റ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, പക്ഷെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. സോ വിൽ റൈറ്റ് വൺ ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതാം. കാൽക്കുലേറ്റ് the difference between the sums of the first 20 terms of the arithmetic sequence 6, 10, 14, etc. and 15, 19, 23, etc. കണ്ടോ, ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ഡിഫറെന്റ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, പക്ഷെ കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഇവിടെയും കോമൺ ഡിഫറൻസ് 4 ആണ്, ഇവിടെയും കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സം ഓഫ് 20 ടേംസ് കണ്ടുപിടിക്കും. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എന്ന് പറയുമ്പോൾ ഏത് ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ n/2 into 2f plus n-1 into d യൂസ് ചെയ്താലും മതി. So that is equal to n is 20. So 20/2. എല്ലാ ക്വസ്റ്റ്യനിലും പല ഫോർമുലാസ് യൂസ് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ ഒരു ഫോർമുല കഴിയുമ്പോൾ പിന്നെ അടുത്തത് എടുക്കുമ്പോൾ പിന്നെ അത് മറന്നു പോകും. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് എല്ലാം യൂസ് ചെയ്യുക. 2 into f ഫസ്റ്റ് സീക്വൻസിന്റെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഫസ്റ്റ് സീക്വൻസ്, ഇപ്പൊ ഫസ്റ്റ് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6 ആ. അപ്പൊ 2f 2 into 6 plus number of terms 20, 20 minus 1 is 19 into common difference is 4. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാന്നുള്ളതാ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. സോ 10 into 12 plus 19 into 4 is 76. That is equal to 10 into 76 plus 12 is 88. So we are getting it as 880. ഇനി sum of second 20 terms of the second sequence in the sum കാണണം. 20/2 into 2f. 2 into f is 15 plus 19 into common difference 4 തന്നെ. That is equal to 10 into 30 plus 76. That is equal to 10 into 106. It is 1060. ഇനി ഇതിന്റെ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് is equal to രണ്ട് സീക്വൻസിന്റെയും സം ഓഫ് ഫസ്റ്റ് 20 ടേംസിന്റെ സം കണ്ടിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണുന്നത്. ഡിഫറൻസ് is equal to 1060 minus 880.
ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 180. 180 ആണ് ഡിഫറൻസ്. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. അപ്പൊ എന്തിന്റെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ the sum of first n terms of two arithmetic sequence. രണ്ട് arithmetic sequence ന്റെ sum of first n terms with the same common difference. Yes. അപ്പൊ ഇതിന്റെ ഫോർമുലയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ടു അരിത്തമെറ്റിക് സീക്വൻസ്. നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ രണ്ട് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 10 ടേംസിന്റെ സം കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡിഫറൻസ് കാണുന്നതിന്റെ ഫോർമുല. ബട്ട് ദേ ഷുഡ് ഹാവ് ദി സെയിം കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് n ടൈംസ് ഇൻടു ഡിഫറൻസ് ഓഫ് the first terms. Difference of the first terms. So according to our question, ipo nammal cheyda question vechittu idanne vechi cheyidu nokkam. n times nu parnal n ennu parayna number of terms, sum of first 10 terms, sum of first 10 terms of the first sequence um ivide eduthirikkunna sum of 20 terms inde first 20 terms inde parnirikkunna. 20 into difference of first terms. ഇവിടെ രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. ആ രണ്ട് സീക്വൻസിന്റെ ഇതിന്റെ ഡിഫറൻസ്. What is the difference between them? 15 minus 6, that is 9. So into 9, which gives 180. ഇതേ ആൻസർ തന്നെയാണ് നമ്മൾ സമ്മ് കണ്ടുപിടിച്ച് അത് സമ്മ് രണ്ടിന്റെയും കണ്ടുപിടിച്ച് അതിന്റെ ഡിഫറൻസ് കാണുമ്പോഴും സെയിം ആൻസർ ആണ് കിട്ടുന്നത്. So how to find out the difference between the sum of first 10 terms and of two arithmetic sequence with common difference? Same. What's the formula? n into difference of first terms. So n എന്ന് പറയുന്നത് എത്ര ടേംസിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്, അതാണ് n. And difference of first terms, രണ്ട് സീക്വൻസിന്റെയും ഫസ്റ്റ് ടേംസിന്റെ ഡിഫറൻസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we get the same answer. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിനകത്ത് ചെയ്യാം. ലുക്ക് അറ്റ് ദ നമ്പർ പാറ്റേൺ. ആ എക്സസൈസിൽ തന്നെ ഉള്ളതാണ്, ലാസ്റ്റിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ നമ്പർ പാറ്റേൺ ഗിവൺ ബിലോ. പാറ്റേൺ ഇവിടെ എഴുതുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10. പിന്നെ ഇവിടെ ഡാഷ്, രണ്ട് ലൈൻസ് അവിടെ എക്സ്ട്രാ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ദ നെക്സ്റ്റ് 2 more lines of this pattern. Write the next 2 more lines. And second sub question is how many numbers are in the 9th line? How many numbers are there in the 9th line? Then C question, what is the last number? What is the last number in the 10th line? പിന്നെ D, what is the sum of the numbers in the 10th line? What is the sum of the numbers in the 10th line? ഇപ്പൊ ഇവിടെ ഒരു സീക്വൻസ്, ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ നമ്പർ പാറ്റേൺ ഗിവൺ ബിലോ. അപ്പൊ ഈ പാറ്റേൺ നല്ലപോലെ പഠിക്കുക. അതായത് ഫസ്റ്റ് ലൈനിൽ ഒരു നമ്പർ, ദാറ്റ് ഇസ് 1. സെക്കൻഡ് ലൈൻ കൺസിസ്റ്റ് ഓഫ് 2 numbers 2 and 3. തേർഡ് ലൈനിലോ 3 numbers 4 5 6. അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ ദ ഏത് റോ ആ പറയുന്നത്, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് റോ
അത്രയും എലമെന്റ്സ് ആണ് ആ റോയിൽ ഉണ്ടാവും. ഫോർത്ത് റോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് 4 നമ്പേഴ്സ്. ഫിഫ്ത്ത് റോ ആണെങ്കിൽ അപ്പൊ എന്തുണ്ടാവും? 5 നമ്പേഴ്സ് ഉണ്ടാവും. So the first question is to write 2 more lines. അത് നമുക്ക് എഴുതാം. അവിടെ 10 കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് വരിക 11 ഇതാണ് ഫസ്റ്റ് ആൻസർ. 11, 12, 13, 14, 15. കാരണം ഫിഫ്ത്ത് റോ ആണ്, അവിടെ 5 നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ നെക്സ്റ്റ് ലൈനിൽ വരിക 16, 17, 18, 19, 20, 21. ബിക്കോസ് സിക്സ്ത് റോ ആണ്, ഇപ്പൊ 6 നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ 9th റോ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് മനസ്സിലായി ഫിഫ്ത്ത് റോയില് 5 നമ്പേഴ്സ് ആണ്, സിക്സ്ത് റോയില് 6 നമ്പേഴ്സ് ആണ്, അങ്ങനെയാണെങ്കിൽ 9th റോയില് 9 നമ്പേഴ്സ് ഉണ്ടാവും. Then third sub question is what is that last number in the 10th line? 10th ലൈനിലുള്ള ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? ലാസ്റ്റ് നമ്പർ ഇൻ ദ 10th ലൈൻ. അപ്പൊ ആദ്യം തൊട്ട് നമ്മൾ ആ ഇത് നോക്കാം. ഫസ്റ്റ് ലൈനിൽ 1 ആണ്. സെക്കൻഡ് ലൈനത്തെ ലാസ്റ്റ് നമ്പർ, സെക്കൻഡ് ലൈനത്തെ ലാസ്റ്റ് നമ്പറിന് എങ്ങനെയാ കിട്ടുന്നത്? ഹൗ യു ആർ ഗെറ്റിംഗ്? ഫസ്റ്റ് നമ്പർ 1ഉം സെക്കൻഡ് റോയില് 2 നമ്പേഴ്സ് ആണുള്ളത്. സോ ഹൗ വിൽ ഗെറ്റ് ദ ലാസ്റ്റ് നമ്പർ? ഓരോന്നിന്റെയും ലാസ്റ്റ് നമ്പർ എങ്ങനെയാ കിട്ടുന്നത് നോക്കാം. ലാസ്റ്റ് നമ്പർ കിട്ടുന്നത് 1 into ഇവിടെ 2 നമ്പേഴ്സാ അല്ലെ, 1 into 2 divided by 2, അതായത് 3 ടേംസിന്റെയും കൂടെ സമ്മ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇവിടെ കിട്ടുന്നുണ്ട് 1 plus 2 gives 3. അതേപോലെ തന്നെ 10th ലൈനിന്റെ ലാസ്റ്റ് നമ്പർ, അപ്പൊ ഓരോ നമ്പർ എത്ര ടേംസ് ഉണ്ട് നോക്കാം. 10th ലൈനിന്റെ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ 10 ടേംസ് ഉണ്ടാവും ലാസ്റ്റ് ലൈനിൽ മാത്രം. അപ്പൊ ആദ്യത്തെ ലൈനിൽ 1 ഉണ്ടാവും, രണ്ടാമത്തെ ലൈനിൽ 2 നമ്പേഴ്സ് ഉണ്ടാവും, മൂന്നാമത്തെ ലൈനിൽ 3 നമ്പേഴ്സ് ഉണ്ടാവും, ഫോർത്ത് ലൈനിൽ 4 നമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ 10th ലൈനിൽ 10 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സമ്മ് കണ്ടാല് we can find out what will be the last number. So 1 plus 2 plus 3 plus etc plus 10. Sum of 10 numbers is equal to ഇത് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന എങ്ങനെയാ? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 plus 2 plus 3 plus etc plus n equal to n into n plus 1 by 2. So same way here also 10 into 11 by 2, that is 55. 55 ആയിരിക്കും അവിടുത്തെ 10th റോയിലത്തെ ലാസ്റ്റ് നമ്പർ. ഇനി എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 9th റോന്റെ ലാസ്റ്റ് നമ്പർ എന്താ വരിക? 9 into 10 by 2. അതേപോലെ ഫസ്റ്റ് ലൈനിന്റെ 10th നമ്പർ എന്ത് വരും? ഫസ്റ്റ് ലൈനിന്റെ 10th റോന്റെ ഫസ്റ്റ് നമ്പർ. 9th റോന്റെ നമുക്കറിയാം 9 into 10 by 2. അപ്പൊ അതിന്റെ നെക്സ്റ്റ് നമ്പർ ആയിരിക്കും വരിക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ്. വാട്ട് ഇസ് ദ സം ഓഫ് നമ്പേഴ്സ് ഇൻ ദ 10th ലൈൻ? 10th ലൈനിലുള്ള നമ്പേഴ്സിന്റെ മാത്രം സമ്മ് കാണണം. അപ്പൊ ഫസ്റ്റ് നമ്പർ എന്താന്ന് കാണണം. ഫസ്റ്റ് നമ്പർ ആ 10th ലൈനിലുള്ള ഫസ്റ്റ് നമ്പർ ആദ്യം കണ്ടുപിടിക്കണം. അതിന്റെ മുന്നേ വാട്ട് ഇസ് ദ സം ഓഫ് 9th റോയിലുള്ള അവസാനത്തെ നമ്പറും ആദ്യം കാണാം, അത് നോക്കാം. സോ 9th ലൈനിലുള്ള ലാസ്റ്റ് നമ്പർ, 9th ലൈനിലുള്ള ലാസ്റ്റ് നമ്പർ അതിപ്പോ നേരത്തെ കണ്ട പോലെ തന്നെ 9 into 10 divided by 2 ഇതായിരിക്കും 9th റോയിലുള്ള ലാസ്റ്റ് നമ്പർ, അതായത് 45. അങ്ങനെയാണെങ്കിൽ 10th ലൈനിലുള്ള ഫസ്റ്റ് നമ്പർ എന്താ? 10th ലൈനിലുള്ള ഫസ്റ്റ് നമ്പർ that will be 46. So what will be the last number here? 10th ലൈനിലുള്ള ലാസ്റ്റ് നമ്പർ, that already we have found അല്ലെ, that is 55. സോ ഇവിടെ കാണേണ്ടത് നമുക്ക് സമ്മാണ് കാണേണ്ടത്, സം ഓഫ് നമ്പേഴ്സ് ഇൻ ദ 10th ലൈൻ. സോ അവിടെ 10th ലൈനിലാവുമ്പോൾ 10 നമ്പേഴ്സ് ഉണ്ടാവും. സം ഓഫ് 10 ടേംസ് എന്ന് പറഞ്ഞാൽ 10 by 2 into ആ 10th ലൈനിൽ സ്റ്റാർട്ടിംഗ് is 46, first number is 46 and last number is 55. That is 10 by 2 is 5 into 46 plus 55 is 101. So the answer will be 505.
അങ്ങനെയാണ് സം ഓഫ്. അപ്പൊ പാറ്റേൺ ആദ്യം മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത്? ഒന്നാമത്തെ റോയില് ഒരു നമ്പർ, രണ്ടാമത്തെ റോയില് 2 നമ്പർ, മൂന്നാമത്തെ റോയില് 3 നമ്പേഴ്സ്, അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഓരോ നമ്പേഴ്സിനെയും പറ്റി, ഓരോ റോനെ പറ്റി നല്ലപോലെ മനസ്സിലാക്കുക. ഫസ്റ്റ് റോയില് ഒരു നമ്പറാണ്, ഇവിടെയാണെങ്കിലോ 2 നമ്പേഴ്സ് ഉണ്ട്, 2ഉം 3ഉം. അപ്പൊ ഇതിന്റെ എൻഡ് കിട്ടണമെങ്കിൽ, ലാസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1 into ഹിയർ ഫസ്റ്റ് നമ്പർ 9th റോ ചെയ്തപ്പോ ഞാൻ എന്താ കാണിച്ചത്? 9th റോ കാണിച്ചപ്പോ 9 into 10/2. അതേപോലെ സെക്കൻഡ് റോയിൽ ലാസ്റ്റ് എലമെന്റ് കാണണമെങ്കിലോ 2 into 3/2. ദാറ്റ് ഇസ് 3. 3 വിൽ ബി ദ ലാസ്റ്റ് എലമെന്റ് ഓഫ് ദ സെക്കൻഡ് റോ. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇവിടുത്തെ ലാസ്റ്റ് എലമെന്റ് കാണണമെങ്കിലോ 3 into 4/2. ദാറ്റ് ഇസ് 6. സോ അതേപോലെ പാറ്റേൺസ് നല്ലപോലെ കുറെ ടൈപ്പ് പാറ്റേൺസ് ഒക്കെ പഠിക്കണം, എന്നാലേ തെറ്റാതെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിൽ ഡിസ്കസ് മോർ ബോർഡ് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ്. ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കൊരു വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ ചെയ്യാം. Okay, thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.